ഇതാണ് പിക്സൽ 6a. ഇതെനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റാത്ത ഏറ്റവും ബെസ്റ്റ് ക്യാമറ ക്വാളിറ്റി ഉള്ള ഫോണാണ്. ലോഞ്ച് പ്രൈസ് 43K ആയിരുന്നു. ഇപ്പോൾ ഇത് ഏകദേശം 30Kയിൽ ആമസോണിൽ വന്നെടുക്കുന്നുണ്ട്, അതിനടിയിൽ വന്ന് കിടക്കുന്നുണ്ട്. ചില ആൾക്കാർ പ്രൈസ് കുറഞ്ഞതിന് ശേഷം എടുക്കാമെന്ന് വിചാരിച്ച് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. സോ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ഈ ഫോൺ കംപ്ലീറ്റ്ലി എല്ലാവർക്കും പോയി ഡയറക്റ്റ് റെക്കമെൻഡ് ചെയ്യാൻ പറ്റാത്തൊരു ഫോണാണ്. ഈ ഫോൺ വളരെ കുറച്ച് പെർസെൻറ്റേജ് ആൾക്കാർ അവർക്ക് മാത്രമാണ് ഒരു ബെസ്റ്റ് പർച്ചേസ് ഫോൺ എന്ന് തോന്നുകയോ. സോ ലെറ്റ്സ് കട്ട് ടു ദ പോയിന്റ്. ഫസ്റ്റ് കാര്യമാണ് പെർഫോമൻസ്. ഇതിൻ്റെ ഉള്ളിലുള്ളത് ഒരു വീക്ക് ചിപ്പാണ്. 30K അഥവാ ഇനി വില കുറഞ്ഞിട്ട് 20Kൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന അത്ര ഗെയിമിംഗ് പെർഫോമൻസ് ഒന്നും ഇതിൽ കിട്ടാൻ പോകുന്നില്ല. ഈവൻ 13Kക്ക് വാങ്ങിയ ഈ ഫോൺ വരെ വളരെ ബെറ്റർ ഗെയിമിംഗ് പെർഫോമൻസ് ഇതിനെക്കാട്ടി ഡെലിവർ ചെയ്യുന്നു. OS അതുപോലെ തന്നെ നമുക്ക് നോർമൽ യൂസേജിനെല്ലാം ഇത് വളരെ സ്മൂത്ത് ആണ്. ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒന്നും യാതൊരു ഹാങ്ങും ലാഗി അങ്ങനത്തെ പെർഫോമൻസ് ത്രോട്ട്ലിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും. അത് മാത്രമല്ല ഗൂഗിൾ തന്നെ ഇറക്കിയ ഒരു ഫോണാണ്. സോ വെൽ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ആപ്സ് ആണ് മിക്കതിലും വരുന്നത്. ഈ ഫോൺ വാങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 2 കൊല്ലമായിട്ട്. ഇത് വാങ്ങിയ ഫസ്റ്റ് മന്ത്സിലെല്ലാം ഭയങ്കര ഹീറ്റിംഗ് ഇഷ്യൂ ആയിരുന്നു. പിന്നെ ആ കൊല്ലത്തിന്റെ അവസാനം തന്നെ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നപ്പോൾ ഹീറ്റിംഗ് ഇഷ്യൂസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഫിക്സ് ആയി കിട്ടി. സോഫ്റ്റ്വെയർ അപ്ഡേറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ജൂലൈ 2025 വരെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അപ്ഡേറ്റും 2027 വരെ സെക്യൂരിറ്റി പാച്ചസും നമുക്ക് കിട്ടുന്നതാണ്. സോ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് വരുന്നത് ഇനി ആകെ 1 വർഷം മാത്രമേ ഉള്ളൂ. 2024 സോ നിങ്ങൾ 30K 20K അടുത്ത് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള ഫോണുകൾ നോക്കുകയാണെങ്കിൽ ഇനിയും അപ്ഡേറ്റ് കിട്ടുന്ന ഫോണുകൾ ഉണ്ടായിരിക്കും. സോ കീപ് ദാറ്റ് ഇൻ മൈൻഡ്. അത് മാത്രമല്ല നമ്മൾ 30K 20K അടുത്ത് സ്പെൻഡ് ചെയ്യുമ്പോൾ നോർമൽ ഫോൺസിലെല്ലാം കിട്ടുന്ന ഒരു കോമൺ ഫീച്ചേഴ്സ് ഉണ്ട്. 120Hz റിഫ്രഷ് റേറ്റ്, അതുപോലെ തന്നെ വയർലെസ് ഡിസ്പ്ലേ, സൂപ്പർ ഫാസ്റ്റ് ചാർജിങ്. ഈ കാര്യങ്ങളൊന്നും ഈ ഫോണിലില്ല. ഇത് 60Hzന്റെ ഡിസ്പ്ലേ പാനലാണ്. അതുപോലെ തന്നെ 18 വാട്ടാണ് ചാർജിങ് സ്പീഡ് ഉള്ളൂ. പിന്നുള്ള ഒരു കാര്യം, ഇതിൽ ഹെഡ്ഫോൺ ജാക്ക് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഒന്നെങ്കിൽ നിങ്ങൾ ഡോങ്കിൾ വാങ്ങണം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഒരു TWS ഉണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, ഫിംഗർ പ്രിന്റ് സ്കാനർ ഭയങ്കര ലാഗിയാണ്. ലൈക്ക് നമ്മൾ പെർഫെക്റ്റ്ലി വന്ന് നിന്നാലാണ് ചില സമയത്ത് ഈ പാസ്വേഡ് വരും. പെർഫെക്റ്റ്ലി നമ്മളെ കൈ അലൈൻ ചെയ്താലാണ് മാത്രമാണ് തുറക്കുക. അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. ഇതിന്റെ ഡിസ്പ്ലേ നമ്മൾ 60Hz ആണെന്ന് പറഞ്ഞെങ്കിലും ഇതിന്റെ ഡിസ്പ്ലേ 20 ബിറ്റ് കളർ കോൺട്രാസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നതാണ്, വിച്ച് ഈസ് ഗുഡ് തിങ്. കാരണം നമ്മൾ സാധാരണ നോർമൽ കണ്ടന്റ് കൺസ്യൂമറിനെല്ലാം നല്ല ബ്രൈറ്റും അതുപോലെ തന്നെ ഭയങ്കര ഡീപ്പ് ബ്ലാക്സും ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ ഫോൺ ലൈക്ക് ആർക്കും റെക്കമെൻഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കൺക്ലൂഷൻ ആണ് നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്നത്. ബട്ട് ഇതിനെല്ലാം കൗണ്ടർ ബാലൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതിലെ ക്യാമറ. ഞാൻ ഈ ചാനൽ അധികം ഫോൺസ് ഒന്നും റിവ്യൂ ചെയ്തില്ലെങ്കിലും അത്യാവശ്യം നല്ല ഹൈ ഫോൺസും ലോ ഫോൺസും റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഫോട്ടോ ക്വാളിറ്റി കിട്ടുന്ന ഒരു ക്യാമറയാണ്. അത് മാത്രമല്ല ഒരുപാട് ഫൺ ക്യാമറ ഫീച്ചേഴ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫോണാണ്. ലൈക്ക് നമുക്കിതിൽ 360 ഡിഗ്രി ഫോട്ടോസ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നൈറ്റ് ലൈറ്റ് ഫോട്ടോഗ്രാഫി, ഇതുപോലത്തെ ഒരുപാട് ക്യാമറ കേപ്പബിലിറ്റീസ് ഫീച്ചേഴ്സ് ഇതിൽ ഫോണിൽ അവൈലബിൾ ആണ്. പിന്നെ ക്യാമറ മാത്രമല്ല എടുത്ത് പറഞ്ഞ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം, മിക്ക ഗൂഗിൾ ഫോൺസിലും വരുന്ന AI ഫോട്ടോ എഡിറ്റർ, അതായത് നമുക്ക് മാജിക് റേസർ, മാജിക് ബ്ലർ, അങ്ങനെയുള്ള ഒരുപാട് ക്യാമറ ഫോട്ടോ എഡിറ്റിംഗ് ഫീച്ചേഴ്സും ഇതിൽ അവൈലബിൾ ആണ്. പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫ്ലിപ്കാർട്ടുകാർ എന്ത് സാധനം വാങ്ങി അടിച്ചിട്ടാണ് അവ ഇതിന്റെ പ്രൈസിങ് ചാർട്ടർ തീരുമാനിച്ചത്. ലൈക്ക് പിക്സൽ 6Aക്ക് പിക്സൽ 7 വില കൂടുതലായിട്ടാണ് കൊടുക്കുന്നത്. എന്താണ് സംഭവം എന്നറിയില്ല. ബട്ട് നമ്മുടെ ജെഫ് ബേസോസിന്റെ ആമസോണിൽ പോയി നോക്കുമ്പോൾ ഏകദേശം 30,000 പ്രൈസിലാണ് കൊടുക്കുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ഈ പ്രൈസിൽ നിങ്ങൾ ഈ ഫോൺ വാങ്ങുന്നത് മിക്കതും 20-24 ആ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ ഇടയ്ക്കിടയ്ക്ക് വരും. പ്രൈസ് റേഞ്ചിൽ ആ പ്രൈസിൽ വാങ്ങുന്നതാണ് നല്ലത്. അതായത് 30,000-ത്തിലുള്ള ഫോണൊന്നും പിക്സൽ 6A ഇല്ല ഇപ്പോൾ. ആൻഡ് ദെൻ ദർ ഇസ് ബാറ്ററി ലൈഫ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ന് നമ്മുടെ സാംസങ് എക്സോനോസ് എന്നുള്ള സാധനം പേര് മാറ്റി ടെൻസറിനാക്കി കൊടുത്തു വെച്ചിട്ടുള്ള ചിപ്പാണ്. സോ എഫിഷ്യൻസിയുടെ കാര്യം എടുത്ത് പറയുവാണെങ്കിൽ പ്രത്യേകിച്ച് നല്ല കാര്യമൊന്നും പറയാനില്ല. ബട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വളരെ ഒപ്റ്റിമൈസ്ഡ് ആയതുകൊണ്ട് നമ്മൾ നോർമൽ യൂസിൽ നിന്നും അധികം ബാറ്ററി ഡ്രെയിനിങ് അതുപോലെ അല്ലാണ്ട് ബാറ്ററി കുറയുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ബട്ട് നിങ്ങൾ ഒരു ഹെവി ടാസ്ക് എടുക്കുകയാണെങ്കിൽ ലൈക്ക് ഗെയിമിംഗ് ഇങ്ങനത്തെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ അത്യാവശ്യം ബാറ്ററി കുറയുന്നല്ല പറയുന്നത്. ഈ ഫോണിൽ അതപ്പോൾ തന്നെ ത്രോട്ടിൽ ചെയ്ത് പവർ കൺസ്യൂംഷൻ കുറയ്ക്കും. ആൻഡ് ഓഫ് കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രൈസ് റേഞ്ചിൽ വെച്ച് കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ഈ കാര്യങ്ങളൊന്നും ഇല്ലാത്തതും ഇതിന് ബെറ്റർ ആയിട്ടുള്ള ഫോൺസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ബട്ട് അതിന് ഇതിൻ്റെ അത്ര ക്യാമറ ഉണ്ടാവില്ല എന്ന് മാത്രം ഒരു കുറവുണ്ടാവും. സോ ക്യാമറ മാത്രം അടിപൊളിയായതുകൊണ്ട് ഒരു ഫോൺ കുറച്ച് ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമോ? വെൽ, ഒരു ടൈനി പെർസെൻറ്റേജ് ആൾക്കാർക്കുണ്ട്. ഇവർക്ക് ഓൺലി നല്ലൊരു ക്യാമറയും വേണം, അതുപോലെ തന്നെ ഹാങ് ആവാത്തൊരു OS ഉണ്ടെങ്കിൽ തൃപ്തിയാവുന്ന കുറച്ച് ആൾക്കാരുണ്ട്. യൂഷ്വലി ഇവർ അധികം ടെക് സാവി അതുപോലെ തന്നെ ആൾക്കാരൊന്നും ആയിരിക്കില്ല. അതുപോലെ തന്നെ ഹൈ പെർഫോമൻസ് ആക്ടിവിറ്റീസ് ലൈക്ക് ഗെയിമിംഗ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാത്ത ആൾക്കാരായിരിക്കും. ഇവർക്ക് പറ്റിയ ഒരു ഫോണാണ് ഇത്.
ആൻഡ് ഓഫ് കോഴ്സ് ഗൂഗിളിൽ ഒരുപാട് പുതിയ ഫോൺസ് ഇപ്പോൾ റിലീസ് ആയിട്ടുള്ള 8A അതുപോലെ തന്നെ ഒരുപാട് സീരീസ് ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 24 അതുപോലെ തന്നെ 30K എന്നുള്ള പ്രൈസിലെക്കാട്ടിയും വളരെ അടിയിലേക്ക് ഇനിയും ഇതിന്റെ പ്രൈസ് കുറയും. സോ നേരത്തെ പറഞ്ഞ ടൈനി പെർസെൻറ്റേജ് ആൾക്കാർക്ക് പറ്റിയ ഒരു ഫോണാണ്. ഇനി നിങ്ങൾക്ക് ഇതല്ല ഒരു ബഡ്ജറ്റ് ഗെയിമിംഗ് ഫോണാണ് വേണ്ടതെങ്കിൽ, അതും 13K 15K ആ പ്രൈസ് റേഞ്ചുള്ള ഫോണാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഡെഫിനറ്റ്ലി ചെക്കൗട്ട് ചെയ്യുക.